കോമൺ ആയിട്ട് ഒ പി കേൾക്കുന്ന ഒരു പരാതിയാണ്, മാഡം എൻ്റെ കൊച്ചിന് 6 മുതൽ 7 മാസം വരെ യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല, അതിനുശേഷം എന്നും എപ്പോഴും അസുഖമാണ്, എപ്പോഴും മരുന്ന് കുടിക്കേണ്ടി വരുന്നു എന്നുള്ളത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് പാസീവായിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. ആ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നത് ഏകദേശം ഒരു 8 മുതൽ 9 മാസത്തിനുള്ളിലാണ്. ഈ 6 മാസത്തിനിടയിൽ കുഞ്ഞ് പാല് കുടിക്കുന്നു, ഉറങ്ങുന്നു, അപ്പിയിടുന്നു, മൂത്രമൊഴിക്കുന്നു, തല ഉറയ്ക്കുന്നു, കമന്നു വീഴുന്നു. ആ ഒരു കംഫർട്ടബിൾ എൻവയൺമെന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. ഏകദേശം ഒരു 6 മുതൽ 7 മാസം ആകുമ്പോഴത്തേക്കും പുള്ളി നിലത്തേക്ക് ഇറങ്ങുന്നു, നീന്തി തുടങ്ങുന്നു. അപ്പോൾ എന്ത് പറ്റും? കളിപ്പാട്ടങ്ങൾ എടുക്കുന്നു, കളിപ്പാട്ടങ്ങൾ വായിൽ വെക്കുന്നു, കൈ വായിൽ വെക്കുന്നു, നീന്തി തുടങ്ങുമ്പോൾ നിലം നക്കുന്നു. അങ്ങനെ കുഞ്ഞ് ഈ എൻവയൺമെന്റുമായിട്ട് ഇടപെട്ട് വരുമ്പോൾ എൻവയൺമെന്റിൽ നിന്ന് അണുക്കൾ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കയറുകയും കുഞ്ഞിന് സ്വന്തമായിട്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി ആയി വരികയും ചെയ്യുകയാണുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ജലദോഷം, ചെറിയ ചുമയോ കഫക്കെട്ടൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് വൈറലുമാണ്. പിന്നെ പല അമ്മമാരും മെറ്റേണിറ്റി ലീവൊക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും കെയർ ടേക്കേഴ്സ് ചിലപ്പം ഈ പ്ലേ സ്കൂൾസ് പോലത്തെ സ്ഥലത്തൊക്കെ കുഞ്ഞുങ്ങളെ വിടേണ്ടി വരികയും ചെയ്യുന്നു. അവിടെ മറ്റു കുട്ടികളുമായിട്ട് സമ്പർക്കപ്പെടുമ്പോൾ, അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങളുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ എയർബോൺ ആയിട്ടും ഇൻഫെക്ഷൻസ് കുഞ്ഞുങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നതാണ്. എപ്പോഴും ഒരു ഡോക്ടറെ കാണിച്ച് 3 ദിവസത്തിന് മുകളിൽ പനി നിലനിൽക്കുന്നു, അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ മാത്രം സ്ഥിരമായിട്ട് മരുന്നൊക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ.